നെന്മാറ പത്തനംതിട്ട കേസുകളിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. ചെറിയ വീഴ്ചകളെ പോലീസിന്റെ പൊതു ചിത്രമാക്കി മാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. എന്നാൽ ജനകീയ സേന എന്ന പേര് സംസ്ഥാന പോലീസ് അനർത്ഥമാക്കിയാണ് കേസന്വേഷണങ്ങളിൽ മുന്നേറുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് ക്രമസമാധാന നില അട്ടിമറിക്കപ്പെട്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പാലക്കാട് നെന്മാറയിലെ ചെന്താമരയുടെ കൊലപാതകങ്ങൾ, പത്തനംതിട്ടയിൽ വിവാഹസംഘത്തിന് നേരെയുണ്ടായ പോലീസ് അക്രമം എന്നിവ ചൂണ്ടിക്കാട്ടി കേരള പോലീസ് ക്രമസമാധാന തകർച്ചയ്ക്കും അക്രമത്തിനും വഴിവെക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നെന്മാറ കേസിൽ കൃത്യമായ രീതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയതെന്നും അതുകൊണ്ടാണ് ചെന്താമര എന്ന ക്രിമിനലിനെ പിടികൂടാൻ സാധിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതുകൊണ്ടാണ് ഉടൻ നടപടിയെടുത്തതെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി. വെറുതെയാണോ സസ്പെൻഡ് ചെയ്തത്? എന്താണ് നിങ്ങൾ അത് കാണാത്തത്? ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ലേ? ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരുമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് അതിനെ അറിയാം. പത്തനംതിട്ടയിലെ പ്രശ്നം അതും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്, ഒരു സംശയം അതിലില്ല. SI അടക്കം ആളുകളെ സസ്പെൻഡ് ചെയ്ത നിലയും സ്വീകരിച്ച് മറ്റ് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. എന്നാൽ സംസ്ഥാനത്ത് പോലീസിനെ അഴിച്ചുവിട്ട നിലയാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പത്തനംതിട്ടയിലൊക്കെ നടന്നത് പോലീസിന്റെ അതിക്രമ എക്സസ് ആണ്, ഇവിടെ അനാസ്ഥയാണ്. ഇവിടെ നെന്മാറയിൽ നടന്നത് പോലീസിന്റെ അനാസ്ഥയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്തു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. പിന്നെ കൈക്കൂലി ഡിജിറ്റൈസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു, അത് വയനാടിനെ നോക്കി പറഞ്ഞതായിരിക്കും എന്നാ തോന്നുന്നത്. അവിടെയാണല്ലോ റെസീറ്റ് കൊടുത്തിട്ട് കൈക്കൂലി സമ്പ്രദായം തുടങ്ങിയത്. അതാണോ മനസ്സിലുണ്ടായത് എന്നറിയില്ല. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്നാണ് തോന്നുന്നത്. ഏത് പോലീസുകാരൻ തെറ്റ് ചെയ്താലും അതിനെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി കേസന്വേഷണങ്ങളിലെ കേരള പോലീസിന്റെ മികവും നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. സർക്കാർ എന്നും ഇരയോടൊപ്പം ആകും എന്ന നിലപാടും മുഖ്യമന്ത്രി ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.